പ്രിയപ്പെട്ട സൂര്യ ടി വി പ്രേക്ഷകരെ, ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം മൈ ജി ഫ്യൂച്ചർ അടിച്ചു കയറി വാക്കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ സ്പെഷ്യൽ പാർട്ട്ണർ ഹാപ്പി പീനട്ട് ബട്ടർ. ഇന്ന് വീണ്ടും നമ്മൾ തൃശ്ശൂരിലുള്ള ഹൈലൈറ്റ് മോളിൽ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മത്സരിച്ചുകൊണ്ടിരുന്ന ബബിമോൾ ചേച്ചി ആൻഡ് ഷൈനി ചേച്ചി, ഒപ്പം തന്നെ നമ്മുടെ സെലിബ്രിറ്റീസ് ആയ പ്രിയൻ ആൻഡ് പാർക്കുട്ടി വിതാസ്, ഏവർക്കും സ്വാഗതം. ചട്ടമ്പി പാറുവില് നമ്മുടെ സ്വന്തം ചട്ടമ്പി പാറുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് പാറു, വാട്സ്ആപ്പ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളോ? പാറുവിന്റെ ശരിക്കുള്ള പേരെന്താണ്? കുബ്ര. കുബ്ര. കുബ്ര കേട്ടോ, പേരേട്ട കുബ്ര. കുബ്ര. കുബ്രയുടെ അർത്ഥം പറഞ്ഞ എന്താ? കുബ്രയുടെ അർത്ഥം പോസിറ്റിവിറ്റി, ഏഞ്ചൽ, യൂണിക്, ലൈക്ക് ദാറ്റ്. അങ്ങനെ എല്ലാം ഉണ്ട്. അതായത് നല്ലത് എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ പേര് കുബ്ര എന്നാണ്. പ്രിയന്റെ ശരിക്കുള്ള പേര് അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം കാണുമല്ലോ. ഹരീഷ് ശങ്കർ. പിന്നെ പ്രിയന്റെ മാർക്കറ്റ് ഇടിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ്. ഇവരുടെ അടുത്തെല്ലാം പറയട്ടാ, പറയണം, പക്ഷെ പറയണമല്ലോ, കാര്യം നാട്ടുകാരൊക്കെ അറിയണമല്ലോ. നമ്മുടെ സൂര്യ ടി വി അടിച്ചു കയറിയതിലൂടെ ആ സത്യം നമ്മൾ പറയാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട പ്രിയൻ അഥവാ ഹരിശങ്കർ കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ മത്സരം ഇവിടെ എത്തി നിൽക്കുമ്പോൾ 30,000 രൂപയുടെ സമ്മാനങ്ങളുമായി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ബബിമോൾ ചേച്ചിയാണ്. ബബിമോൾ ചേച്ചിക്ക് എങ്ങനെ 30,000 രൂപ കിട്ടിയെന്ന് അറിയണ്ടേ? അതാ ഓടിപ്പോ ഇന്നലത്തെ ഹൈലൈറ്റ്സ് കണ്ടിട്ട് വരൂ. നിങ്ങളുടെ പൊന്നാങ്ങിളക്കന്നെ വേണ്ട പോലും. എടുത്തോളൂ. പറ്റും. അയ്യോ, അതിനെ കുറച്ചും കൂടി ഇങ്ങോട്ട് വിളി. ഫുൾ 9, 8, 7, 6, 5. 30,000 രൂപ നേടി ബബിമോൾ ചേച്ചി ഇതാ ജയിച്ചിരിക്കുകയാണ്. അപ്പോ ഇതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ റൗണ്ടിന്റെ പേര് തന്നെ പണിപാളി നോക്കൌട്ട് എന്നാണ്. കാര്യം ഇതിൽ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ പുറത്തു പോകണം എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 50,000 രൂപയുടെ സമ്മാനങ്ങളാണ് കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 30,000 രൂപയുടെ സമ്മാനത്തിന്റെ കൂടെ 20,000 രൂപ വിലമതിക്കുന്ന ഒരു TV കൂടെ ലഭിക്കുന്നതാണ്. ഒരു TV. ചേച്ചി, ഇത് നോക്കൌട്ട് ആണ്. വേണമെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായ ക്ഷീണം എത്തോ ഇത് തീർക്കാം. ഓക്കെ, ജയിച്ചാലേ കാര്യമുള്ളൂ, തോറ്റാ വീട്ടിൽ പോകണം. അപ്പൊ കരഞ്ഞു കാണിച്ചിട്ട് പല്ലി കുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞേക്കാം, എങ്ങനെ കളിച്ച് ജയിച്ചോളാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KSFE ഹാർമണി ചിട്ടുകളിൽ ചേരുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 100 പേർക്ക് സമ്മാനമായി ലഭിക്കുന്ന ഒരു സിംഗപ്പൂർ യാത്ര. സിംഗപ്പൂർ യാത്രയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ കടക്കുന്നത് നോക്കൌട്ട് ലെവലിലേക്കാണ്. കട്ടിയായിട്ടുള്ള ഗെയിമാണ്. കിട്ടാൻ പോകുന്ന സമ്മാനം 1.5 ലക്ഷം രൂപ. ഗെയിം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൈ, വലത് കൈ അല്ലെങ്കിൽ ഇടത് കൈ, മറ്റേ കൈ പുറകിൽ കെട്ടുക, ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് എടുത്ത് പുറത്തിടുക. വടി വീഴുന്നതിന് മുന്നേ. വടി വീണ ഔട്ടാണ്. 1 മിനിറ്റ് സമയമുണ്ട്. വടി വീണ എലിമിനേറ്റ് ആവും. ഏറ്റവും കൂടുതൽ ബോൾ 1 മിനിറ്റിനുള്ളിൽ ഇപ്പുറത്തിരുന്ന ആളായിരിക്കും വിജയിക്കുന്നത്. അപ്പൊ ബബിമോൾ, 50,000 രൂപ കിട്ടാനുള്ള ടൈം സ്റ്റാർട്ട്സ് നൗ. അതാ ബോളൊക്കെ കൂടെ അപ്പുറത്തെ കന്യാകുമാരി പോയി കിടക്കുക. ഇനി എപ്പോഴെടുക്കാൻ അതിങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട്. വെരി ഗുഡ്. അത്രേ ഉള്ളൂ. മുടുക്കി അല്ല മിടുക്കി. നീ എന്തുവാടെ മോത്ത് വെക്കി ഒരുമാതിരി. ഇപ്പോഴാണ് ടെക്നിക്ക് കിട്ടിയിട്ട്. 2 എടുക്കായിരുന്നു ആ ഗ്യാപ്പില്. ആ ബോൾ തെക്കോട്ട് പോയിട്ടുണ്ട്. അത് എടുക്കൂലേ? അത് കൂട്ടണം. വെളിയിൽ പോയത് എടുക്കൂല. പിന്നെ അതെങ്ങനെ തരാനാണ്? മേലോട്ട് അറിഞ്ഞാൽ പോരാ. ഓക്കെ, 4 സമയം ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബബിമോൾ 50,000 രൂപയ്ക്ക് വേണ്ടി. എലിമിനേറ്റ് ആയിപ്പോയി. എലിമിനേറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ 8 ബോളാണ് ചേച്ചി നേടിയിരിക്കുന്നത്. നല്ലൊരു കൈ കൊടുക്കാം ബബിമോൾ ചേച്ചിക്ക്. വെരി ഗുഡ് ചേച്ചി, വെരി ഗുഡ് ട്രൈ, വെരി ഗുഡ് ട്രൈ. അപ്പൊ മത്സരം തുടങ്ങിയാലോ? റെഡി, 3, 2, 1 ഗോ. വടിയൊക്കെ വരണ്ട അവിടെ നിൽക്കുമെന്നാ തോന്നുന്നത്.
1 1 ഈ സൂപ്പർ പരിപാടി സൂപ്പർ അടിപൊളി അടിപൊളി നേരത്തെ- 2 കുഴപ്പമില്ല ചുമ്മാ വിജയ് ഞാൻ ഒന്നും പറയണില്ല. അങ്ങോട്ട് മാറില്ല 4 അത് അടിപൊളി അടിപൊളി ആ സൂപ്പർ സൂപ്പർ കൈ അടിച്ചെടുത്ത അല്ല, ഒരെണ്ണം പുറത്ത് പോയി. കുഴപ്പമില്ല ഒരെണ്ണം പുറത്ത് ചേച്ചി കുഴപ്പമില്ല യെസ് ഈക്വൽ ആയി കഴിഞ്ഞു, ഈക്വൽ. ജയിച്ചു നമ്മള് ജയിച്ചേ നമ്മൾ ജയിച്ചേ ഷൈനി ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നു 50,000 രൂപയുടെ സമ്മാനങ്ങൾ. പക്ഷേ ബബിമോൾ ചേച്ചിയെ നമ്മൾ സന്തോഷകരമായിട്ടാണ് പറഞ്ഞു വിടാൻ പോകുന്നത്. KSFE സീനിയർ അസിസ്റ്റന്റ് അബ്ദുൾ സാദിഖാണ് നമ്മുടെ ബബിമോൾ ചേച്ചിക്കുള്ള സമ്മാനം കൊടുക്കുന്നത്. 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. നന്നായിട്ട് ഉണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. വിജയുടെ ടീമിലേക്ക് നിങ്ങളിൽ നിന്ന് ആരാണ് പോകുന്നത് എന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച് നന്നായിട്ട് അങ്ങ് പുകഴ്ത്തി പറയാ. സത്യം പറയണമെന്നില്ല, കള്ളം പറഞ്ഞാലും മതി. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാണാൻ വളരെ ഭംഗിയുള്ളതും സംസാരപ്രിയയും അതിലുപരി നന്നായി പാട്ടുപാടും നന്നായി കളിക്കും. ചേലുള്ള ചേലക്കരയിലെ ചേലുള്ള പെൺകുട്ടിയാണ് ഞാന്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഞാൻ നന്നായി പാട്ട് പാടും, നന്നായി ഡാൻസ് കളിക്കും, ഡ്രൈവ് ചെയ്യും. എന്റെ പേരിട്ട് തന്നെ നമ്മുടെ മോദിജിയാണ്. ആളെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ ഓർത്തിട്ടേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എന്റെ പേര് ആൾ എന്താ കൺക്ലൂഡ് ചെയ്താലും എന്റെ പേര് പറയും തന്നെ എന്ന് പറഞ്ഞിട്ടാണ് ആള് ഓഫ് ചെയ്യത്തുള്ളൂ. രണ്ടാമത് നമ്മുടെ MP വരെ എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് കാര്യങ്ങളും തീരുമാനം എടുക്കത്തുള്ളൂ. തൃശ്ശൂരിന്റെ MP പിന്നെ മാത്രം അനുഗ്രഹം വാങ്ങിയതിനു ശേഷമേ ആളെന്തും ചെയ്യത്തുള്ളൂ. അടിപൊളി. പിന്നെ സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം നമുക്കറിയാം എല്ലാ റോഡുകളും ഞാൻ ഇന്ന് നന്നാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. നന്നായിട്ട് ഞാൻ പാട്ട് പാടും. ചിത്രയ്ക്ക് ചേച്ചിയുടെ മുമ്പിലൊക്കെ ഞാൻ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറയും ചമ്മോ ചിത്ര ചേച്ചി വരെ മാറി നിൽക്കും. അതൊക്കെ ബിൽഡപ്പായിട്ട് പാടുന്ന വ്യക്തിയാണ് ചേച്ചി. സൂപ്പർ. അതിനെടുത്ത് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂ ഭവതി, വരൂ. ഇതിനും പറ്റിയ ഒരാളെ ഏതാണ്ടല്ല, അതിനെ അടിച്ചു പറിക്കാൻ എനിക്ക് കിട്ടത്തില്ല. ചേച്ചിയുടെ പാട്ട് കേട്ട് ചിത്ര ചേച്ചി കൈ അടിച്ചാണ് ചിത്ര ചേച്ചിയുടെ ഒരു കൈ ഇപ്പൊ വയ്യാതിരിക്കുന്നത്. അടിപൊളി. അത് മാത്രല്ല നമ്മുടെ തൃശ്ശൂരിന്റെ MP സ്ഥിരമായ അനുഗ്രഹം മേടിക്കാൻ വരും അല്ലേ? എന്തായിരുന്നു പേര്? മോദിജിയുടെ പേര് ധന്യ. ധന്യ. നമോ വാക്കം. അപ്പോ ചേച്ചിമാരെ നിങ്ങളുടെ അവസരം കഴിഞ്ഞു കേട്ടാ. സോറി, സാരമില്ല. ഇനി അവരും എല്ലാരും അല്ല ചേച്ചിയുടെ സൂപ്പറായിട്ട് ചെയ്തു. എല്ലാരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. തള്ളിമറിച്ച എല്ലാവർക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇതാ ഇവിടെ സമ്മാനം കൊടുക്കുകയാണ്. നന്നായിട്ട് ഉണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. അതുപോലെ തന്നെ ടേസ്റ്റി പുഡിംഗ് സ്പൈസ് കേക്ക്സ് നൽകുന്ന സമ്മാനം ചേച്ചി. ഓഡിയൻസിനോടുള്ള ചോദ്യമാണ്, സ്വയംവരം പന്തൽ സീരിയലിൽ സൂര്യയുടെ അനിയത്തി വേദയെ പ്രണയിക്കുന്നത് ആര്? തരുൺ. ഡീപ് പൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു കിടിലം ഗിഫ്റ്റ് ഹാമ്പർ ആണ്. അപ്പൊ നറുക്കെടുപ്പിലൂടെ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് സമ്മാനം ലഭിക്കാൻ പോവുകയാണ്. അതിന്റെ പേരങ്ങോട്ട് വായിച്ചേ. ജയൻ KV 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ഒരു സമ്മാനം. നന്നായിട്ട് ഉണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. റാജൽ ഷായസ് ഉണ്ടോ? ഉണ്ട്. ഓടി വരുന്നുണ്ട്. ജയൻ KR. സുനിത KR. നമ്മുടെ പ്രിയപ്പെട്ട പ്രിയൻ നൽകുകയാണ്. നന്നായിട്ട് ഉണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. അങ്ങനെ പുതിയൊരു എതിരാളിയെ നമ്മുടെ ഷൈനി ചേച്ചിയെ മലർത്തി അടിക്കാനായിട്ട് അട്ടിമറിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. പേരിട്ട നമ്മുടെ പ്രിയപ്പെട്ട ധന്യ. എന്റെ ജീവിതം ധന്യമായിരിക്കുകയാണ്. ധന്യമായിരിക്കുകയാണ്. ധന്യയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കും കാണികൾക്കും ആഗ്രഹമുണ്ട്. തള്ളിമറിച്ചോ. എന്റെ പേര് ധന്യ. ഞാൻ തൃശ്ശൂർ ജില്ലയില് പാടുക്കാടാണ് താമസിക്കുന്നത്. PU സെൻട്രൽ ജയിലിന്റെ തൊട്ടടുത്ത സ്റ്റോപ്പാണ് പാടുക്കാട്. പിന്നെ എന്റെ ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലി ചാട്ടമാണോ? ജയിലിലൊക്കെ എല്ലാ സെൻട്രൽ ജയിലുകളാണ്. ചുമ്മാതല്ലേ? അല്ല, ലെറ്റർ കൊടുക്കാൻ. ലെറ്റർ ലവ് ലെറ്റർ വിചാരിക്കല്ലേ. അടിപൊളി.
മണി ഓർഡർ കൊടുക്കാൻ. മണി ഓർഡർ കൊടുക്കാൻ. ചേച്ചി പോസ്റ്റ് വുമൺ ആയിട്ട് വർക്ക് ചെയ്തു. അതന്നെ വാടിപ്പോളി, എനിക്ക് വയ്യ. പിന്നെ വേറെന്തൊക്കെയാണ് ഇതുപോലെ രസകരമായ പരിപാടികൾ? പിന്നെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കരകാട്ടം കളിച്ചു, അടിപൊളി, ഗുഡ് ഗുഡ്, നന്നായിട്ട് എഴുതും. വെരി ഗുഡ്. എന്റെ പേര് ഇത്രയൊക്കെ മതി. അപ്പുറത്തിരിക്കുന്ന ആള് പേടി. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ലെവൽ 5 മത്സരത്തിലേക്ക് പോവുകയാണ്. ഈ ലെവൽ 5 മത്സരങ്ങൾ വിജയിച്ചാൽ ഇവരെ കാത്തിരിക്കുന്നത് 75,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങളാണ്. നിങ്ങൾ ഇത്ര നേരം നേടിയ സമ്മാനത്തിന്റെ കൂടെ 25,000 രൂപയുടെ ഒരു AC ഉണ്ടോ വീട്ടില്? ഒരു AC കൂടെ കിട്ടും. ഇതാണ് മത്സരം. രണ്ടുപേരും നോക്കൂ. ഒരു പെൻസിൽ നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുന്നു. നിങ്ങളിത് ഇവിടെ നിങ്ങളുടെ ചുണ്ടിന് മുകളിൽ ബാലൻസ് ചെയ്യുന്നു. ഇങ്ങനെ നടന്ന് അവിടെ വരെ പോകുന്നു. അവിടെ എത്തിയിട്ട് ഇത് കൈ കൊണ്ടെടുത്ത് തന്നെ ക്യാനിലേക്ക് ഇടും. അപ്പൊ നിശ്ചിത സമയത്തിനുള്ളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പെൻസിലുകൾ അവിടെ കൊണ്ട് എത്തിക്കുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. 75,000 രൂപയ്ക്കുള്ള യുവർ ടൈം സ്റ്റാർട്ട്സ്. സൂപ്പർ, നല്ല കൈയടി. സൂപ്പർ. നന്നായിട്ട്. പിന്നെ അല്ല, അത് ചുണ്ടോ JCB-യോ? കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ? ഇനി നീ വേണമെങ്കിൽ നിന്നോ. ഓക്കെ, ഷൈനി ചേച്ചി 75,000 രൂപ അടിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുത്തേ ചേച്ചിക്ക്. ചേച്ചിയുടെ വീട്ടിൽ AC ഇല്ല, കിട്ടിയില്ലേ? വാഷിംഗ് മെഷീൻ ഇല്ല, കിട്ടിയില്ലേ? അടിപൊളി. ഇനിയും ചേച്ചിക്ക് 1,05,000 രൂപയുടെ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യത. ഒരു ഫ്രിഡ്ജ് കൂടെ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ ആ റൗണ്ടിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ചേച്ചിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഈ നിമിഷം ഈ റൗണ്ട് ഈ ഷോ ക്വിറ്റ് ചെയ്ത് പോവാം. അങ്ങനെ ചേച്ചി ക്വിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ചേച്ചിക്ക് ചിലപ്പോ 20,000 രൂപയുടെ സമ്മാനം ഒരിക്കലും ലഭിക്കുന്ന, അല്ലെങ്കിൽ 5,000 രൂപയുടെ സമ്മാനം. ഒരു ലോട്ട് വിടും. ആ ലോട്ടിൽ ചേച്ചി സെലക്ട് ചെയ്യുന്ന 20,000 ആണെങ്കിൽ ചേച്ചിക്ക് 20 കിട്ടും. അതല്ല 5,000 ആണെങ്കിൽ ചേച്ചിക്ക് 5,000 കിട്ടും. പക്ഷെ എന്താണോ ചേച്ചിക്ക് ലഭിക്കാത്തത് അത് അപ്പുറത്ത് പോകും. ഓക്കെ, അതല്ലെങ്കിൽ ചേച്ചിക്ക് കണ്ടിന്യൂ ചെയ്യാം ഫിനാലയിലേക്ക്. ഫിനാലയിൽ ഇനിയിപ്പോ കണ്ടിന്യൂ ചെയ്ത് ചേച്ചി തോറ്റു പോയാലും ചേച്ചിക്ക് ഉറപ്പായിട്ട് 35,000 രൂപയുടെ സമ്മാനം കിട്ടും. കണ്ടിന്യൂ ചെയ്യും. നമ്മൾ അങ്ങനെ തോറ്റ് പിന്മാറുന്നവരല്ല. അപ്പൊ പ്രിയ പ്രേക്ഷകരെ, 1,05,000 രൂപയുടെ ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മൈ ജി ഫ്യൂച്ചർ അടിച്ചു കയറി വാ. ഇതാ 1,05,000 രൂപയുടെ ഗെയിം ആരംഭിക്കാൻ പോവാണ്. അതായത് ഇതിനകത്ത് 4 ആപ്പിൾ കിടപ്പുണ്ട് വെള്ളത്തിനകത്ത്, കണ്ടല്ലോ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്നൊരു കടി കടിച്ച് കഴിക്കണം. ഒരു ബൈറ്റ് എടുക്കണം, കഴിക്കണം. ഒരു കടി, ഒരു ഭാഗം എടുക്കണം. കിട്ടുന്ന ഭാഗം അതും കഴിച്ചു. 4 ആപ്പിളിലും കടിച്ചാൽ മാത്രമേ 1,05,000 രൂപ കിട്ടത്തുള്ളൂ. കടിച്ചെടുക്കണം, കടിച്ച് കഴിച്ചിരിക്കണം. പാടവിടെ കാണണം. അതായത് ഇപ്പൊ നമ്മൾ ഈ ആപ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ഭാഗം നിങ്ങൾ കഴിച്ചിരിക്കണം. അങ്ങനെ 4 ആപ്പിളും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ 1,05,000 രൂപയുടെ സമ്മാനം കിട്ടത്തുള്ളൂ. 3 ആപ്പിളിൽ കടിച്ചെന്ന് പറഞ്ഞ് ക്വാളിഫൈഡ് ആപ്പിൾ നിർത്തിയാലും ക്വാളിഫൈഡ് ആവില്ല. ഓക്കെ, അപ്പോഴ് ചേച്ചിക്ക് 35,000 രൂപ കിട്ടത്തുള്ളൂ. 60 സെക്കൻഡ് സമയത്ത് നിന്ന് ഇതിന്ന് ഒരു കഷണം അടിച്ചെടുക്കണം. ഷൈനി ചേച്ചി ആൻഡ് ധന്യ ചേച്ചി is getting ready and your time starts now. ഒരു കടി കടിച്ചു തന്നെ. വെരി ഗുഡ്. ഒരു ആപ്പിളിൽ കടിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. ആ കടിച്ചു തിന്നിരിക്കുകയാണ്. ടൈം ഈസ് അപ്പ്. പ്രിയപ്പെട്ടവരെ, ഇതാ ഇവിടത്തെ അവസ്ഥ നോക്കാം. 1ാമത്തെ ആപ്പിളിൽ കടിച്ചെടുത്തിരിക്കുകയാണ്, 2ാമത്തെ ആപ്പിൾ കടിച്ചെടുത്തിരിക്കുകയാണ്, 3ാമത്തെ ആപ്പിൾ കടിച്ചെടുത്തിരിക്കുകയാണ്, 4ാമത്തെ ആപ്പിളിനെ കടിച്ചെടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കൂ പറയരെ, ഇവിടെ ഈ 2 ആപ്പിൾ മാത്രമേ ചേച്ചി കടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 2ലും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഒന്നും നോക്കണ്ട. അങ്ങനെ 1,05,000 രൂപ തൃശ്ശൂരിന്റെ മണ്ണിൽ, കേരള സാംസ്കാരിക തലസ്ഥാനത്തിന്റെ മണ്ണിൽ തന്നെ ചേച്ചി കിട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ 5000 അല്ല, 10000 അല്ല, 20000 അല്ല, 30000 അല്ല, 50000 അല്ല, 1,50,000 രൂപ. പ്രിയപ്പെട്ടവരെ, അടിച്ചു കയറി വാ എന്ന ഗെയിമിന്റെ ഏറ്റവും അട്രാക്റ്റീവ് പോയിന്റ് ഇതാണ്. നിങ്ങൾ തോറ്റു, നിങ്ങളെല്ലാം കഴിഞ്ഞു, അവസാനിച്ചു എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് നിന്ന് വരെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് വരാം. 1,05,000 രൂപ. ചേച്ചി തിരിഞ്ഞു നോക്കിയേ, ആ സമ്മാനങ്ങൾ മുഴുവൻ ചേച്ചിക്ക് വീട്ടിൽ കൊണ്ടുപോകാം. കേരള ടെലിവിഷൻ ചരിത്രത്തിൽ 4 ആപ്പിളെ കടിച്ചു നിന്ന് 1,05,000 രൂപ നേടിയ ഒരാളെ നിങ്ങൾ ആരെങ്കിലും കാണിച്ച അത് നമുക്ക് കിട്ടും കേരള സൂര്യ ടിവിയിൽ. ഷൈനി ചേച്ചി വളരെ സൂപ്പർ ആയിട്ട് ഈ ഗെയിം മുഴുവൻ കളിച്ചോട്ടെ. നല്ലൊരു ഗൈഡ് കൊടുത്തേ ഷൈനി ചേച്ചിക്ക് 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു നല്ല സമ്മാനം. അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഈ ഹാപ്പിയുടെ ഈ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്നത് നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരാൾക്കാണ്. മത്സരാർത്ഥികൾ കൊടുക്കുന്ന വളരെ റെയറാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച നമ്മുടെ ഷൈനി ചേച്ചിക്ക് നമ്മൾ ഹാപ്പി മൊമെന്റ്. ചേച്ചി നല്ലൊരു ഗൈഡ് കൊടുത്തേ. ചേച്ചിക്ക് നല്ല വിഷമമുണ്ടോ? ചെറുതായിട്ട് വിഷമൊന്നുമില്ല, പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നതേ ഇതിലൊന്ന് പങ്കെടുക്കാം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇന്റർവ്യൂവിന് വന്നപ്പോ ഞാൻ പറയുകയും ചെയ്തു അവരോട്, ഓഡിയൻസ് ആയിട്ടിരിക്കാൻ ആരോടും ചോദിക്കണ്ടല്ലോ, അത്രയും പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് ഇത്രയും നന്നായി കളിക്കാൻ പറ്റുമെന്ന് ഞാനും കരുതിയൊന്നുമില്ല. എന്തായാലും അതിൽ വിഷമമൊന്നുമില്ല, നമ്മുടെ സുഹൃത്തിനല്ല കിട്ടിയത്, പിന്നെന്ത്, അതാണ് ആശ. വാഷിംഗ് മെഷീൻ വേണോ? വാഷിംഗ് മെഷീൻ കിട്ടിയാൽ കൊണ്ടുപോകും, അത് വേറെ വിഷയം. എന്നാ ചേച്ചിക്കുള്ള വാഷിംഗ് മെഷീൻ ഞാൻ തരും ചേച്ചി. താങ്ക് യു. ഇനിയും ഇന്നത്തെ ദിവസം സ്വന്തമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ധന്യ ചേച്ചി പ്ലീസ്. എന്റെ വീട്ടില് AC ഇല്ല, നല്ലൊരു വാഷിംഗ് മെഷീൻ ഇല്ല. മിക്സി ഉണ്ടോ? മിക്സി ചേട്ടൻ്റെ ഒരു കടയിൽ ഉപയോഗിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. ജ്യൂസ് അടിക്കുന്നത്. എന്റെ വീട് എന്ന് പറഞ്ഞാൽ കൊച്ചു ഷെഡാണ് വീട്. പക്ഷെ ഈ ആ കൊച്ചു ഷെഡിലേക്ക് ഇത്രയധികം സാധനങ്ങൾ കയറ്റുമ്പോ എനിക്ക് വല്ല സന്തോഷമുണ്ട്. കാരണം 6 മാസം കൂടുമ്പോഴും എന്റെ ബ്രെയിനിലേക്ക് ഇഞ്ചക്ഷൻ കുത്തുന്നതാ, റിതുക്സിമാബ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ. ആ അവസ്ഥയിലും ഞാൻ എന്റെ ആറ്റിറ്റ്യൂഡ് കളയാറില്ല. അത് ഇന്നും ഞാനിവിടെ ആയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്റെ ആശമാർക്കും ഒക്കെ അറിയാം. ചേച്ചി ഒന്ന് വന്നേ ഇങ്ങോട്ട്. അതായത് ദൈവം അർഹതപ്പെട്ടവന്റെ കയ്യിൽ കൃത്യസമയത്ത് അവൻ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചിരിക്കും. ചേച്ചി ഇത്രയും നാൾ കഷ്ടപ്പെട്ടില്ലേ, ഇനി ചിലപ്പോ കുറെ നാളൂടെ കഷ്ടപ്പെട്ടാലും വീട്ടിലേക്ക് ഇതൊന്നും എത്തിക്കാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് ഇത് ചേച്ചിക്ക് ദൈവം തന്ന സമ്മാനമാണ്. ചേച്ചിക്ക് നല്ലൊരു കൈയടി. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം അത് വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്കൊരു തമാശക്കാരിയായിട്ട് കയറി വന്നെങ്കിലും കാര്യത്തോട് അടുത്തപ്പോഴാണ് ചേച്ചിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷേ സിബിൻ പറഞ്ഞ വാക്കുകൾ കടവെടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അടിച്ചു കയറിയതിലൂടെ ദൈവം അവതരിക്കുകയാണ്, ചേച്ചിയുടെ കയ്യിലേക്ക് അതൊക്കെ എത്തിക്കുകയാണ്. ആ ഒരു സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ഡോക്ടർ സജി കുമാർ പി, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ, നാഷണൽ ഹെൽത്ത് മിഷൻ തൃശൂർ സാറിനെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സൂര്യ ടിവിയുടെ ഈ പ്രോഗ്രാം അടിച്ചു കയറി വാ, നമ്മൾ സാധാരണ കേട്ടില്ല അടിച്ചു കയറി വാ മോനെ, ഇത് മോളെയാണ്, മക്കളാണ് അടിച്ചു കയറി വന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്തരം ഒരു അവസരത്തിൽ ഈ പരിപാടിയുമായിട്ട് ഇങ്ങനെ ചേരാൻ കഴിഞ്ഞതിൽ. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ധന്യ ചേച്ചിക്ക് അടിച്ചു കയറി വാ സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ് കൊടുക്കുകയാണ് ഡോക്ടർ സജികുമാർ. Thank you so much, sir. Thank you so much. എന്റെ പൊന്നു വിജയ്, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ വിജയ്, നമ്മുടെ അടിച്ചു കയറുക തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് വിജയ്. നമ്മുടെ ഷോയ്ക്ക് ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം ഇന്ന് അന്വർത്ഥമായിരിക്കുകയാണ്. അതായത് അർഹതപ്പെട്ടവന്റെ കയ്യിലേക്ക്, ആവശ്യക്കാരന്റെ കയ്യിലേക്ക് സമ്മാനങ്ങൾ എത്തിക്കുന്ന
ഒരു എന്താ പറയാ ഒരു ടാസ്കുമായിട്ടാണ് ഞാനും വിജയ് ഇറങ്ങിയത്. അത് ഇന്ന് സക്സസ്ഫുൾ ആയതിന് ഞങ്ങൾക്ക് വളരെ കാര്യം സന്തോഷം. നമ്മുടെ അടിച്ചു കയറുക എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക പരിപാടിയാണ്, ഒരു കലാപരിപാടിയാണ്. അതിന് നമ്മൾ ഇവിടെ തൃശ്ശൂരില് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് വന്നപ്പോൾ ഇത്രയും നല്ലൊരു ക്ലൈമാക്സ് ആണ് നിങ്ങൾ എല്ലാരും കൂടെ ഒത്തുചേർന്നിരുന്ന് സമ്മാനിച്ചത് കേട്ടോ. താങ്ക് യു സോ മച്ച്. അതിനെ സല്യൂട്ട് ചെയ്യുകയാണ്. താങ്ക് യു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയനും അതുപോലെ തന്നെ പാറുക്കുട്ടിക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അവർക്കുള്ള ഗിഫ്റ്റുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നന്നായിട്ട് ഉണരാൻ ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ഒരു കിടിലം സമ്മാനമാണ് രണ്ടുപേർക്കും കിട്ടുന്നത്. ഞങ്ങളപ്പോൾ തൽക്കാലം തൃശ്ശൂരിൽ നിന്നും വിട പറയുകയാണ്. ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന ശുഭ പ്രതീക്ഷയോടെ പോവുകയാണ്. ഇത് നിങ്ങളുടെ സ്വന്തം ബൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, co-branded by KSFV Harmony ചിട്ടികൾ. And happy peanut butter! Bye bye!